ഹായ് ഗൈസ്, ചാരൂസ് വൈൽഡ് പെറ്റ് അക്വാട്ടിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ട്. ഒരുപാട് ആൾക്കാർ നമ്മളുടെ കമൻറ്റ് ബോക്സിലായാലും നമ്മളുടെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്രയും നാൾ ലേറ്റായെന്നൊക്കെ. നമുക്ക് ഒരുപാട് തിരക്കായി പോയി. അപ്പോൾ ഈ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ ഈ ഫാമിൽ എപ്പോഴും കാണാറില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഷോർട്സ് വീഡിയോസ് മാത്രം ഇട്ട് നമ്മളങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം ഒരു ബോട്ടിലിംഗ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. അതേതാണ് എന്താണെന്നൊക്കെ നമ്മൾ വഴിയേ പറയാം. ഇവിടെ ഒന്ന് നോക്കിയാൽ ദാ ഇത് കണ്ടോ, ഇവിടെ ദാ 5 ലിറ്ററിൻ്റെ ബോട്ടിലുകളിൽ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദാ 5 ലിറ്ററാണ് ഓരോ ബോട്ടിലുകളും. ഉണ്ടോ, ഇവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരുന്ന് വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഏകദേശം 30 ബോട്ടിലുകൾ, 1 2 3 4 5 6, അങ്ങനെ 6, പിന്നെ അങ്ങോട്ടേക്ക് 5, അങ്ങനെ 30 ബോട്ടിലുകളിൽ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ ഇനി മീനുകളെയൊക്കെ പിടിച്ചിടാൻ പോകുന്നത്. അതെല്ലാം പുറത്ത് കിടക്കുകയാണ്. ഇതാ കയ്യിൽ 3-4 പാത്രവും ഒരു വലയൊക്കെ ആയിട്ട് ഒരാൾ മുന്നേ പോകുന്നുണ്ട്. നമ്മുടെ ബോട്ടിലിങ്ങിന് പറ്റിയ മീനുകളെ പിടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ, നമുക്ക് നോക്കാം നമ്മൾ ഏതിനെയാണ് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നതെന്ന്. കണ്ടോ, നമ്മുടെ മൾട്ടി ഗാലക്സി ജെയിൻറ്റിലെ മീനുകളെയാണ് നമ്മൾ ഇന്ന് ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, സാധാരണ നമ്മൾ ഒരു നോർമൽ അഡൽട്ട് ബെറ്റ ഫിഷ് എന്ന് പറയുന്നത് ഏകദേശം ഈ സൈസ് വരും. കാരണം നിങ്ങളുടെ കയ്യിലൊരു ഫിഷ് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കയ്യിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത്ര സൈസേ വരാറുള്ളൂ ഒരു അഡൽട്ട് നോർമൽ ബെറ്റ ഫിഷ്. പക്ഷേ ഇത് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്രയും സൈസുണ്ട്, കണ്ടല്ലേ? കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇത് ബോട്ടിൽ ചെയ്യാറായിട്ടുള്ളതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈസ് കളറ് എല്ലാം വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓരോ പ്രാവശ്യമായിട്ട് നമ്മളിത് പല പ്രാവശ്യമായിട്ട് നമ്മൾ ഷോർട്സ് വീഡിയോയിലൂടെ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു സെല്ലോഫെയിൻ ഫീമെയിലാണ്. കണ്ടോ, ഇത്രയും സൈസ് ആയിട്ടുണ്ട് ഫീമെയിൽ. ഏകദേശം ഒരു നോർമൽ മെയിൽ ബെറ്റാ ഫിഷിനേക്കാൾ സൈസുള്ള ഒരു ഫീമെയിൽ, അതും ബോട്ടിൽ ചെയ്യാനുള്ള ഈ ടൈമിലായിട്ടുണ്ട്. ഇത് ജെയിൻ്റ് എന്ന് പറയുന്നെങ്കിലും അമ്മാതിരി തീറ്റയാണ് കേട്ടോ. ഈ ഒരെണ്ണം നോക്കിയേ എങ്ങനെ ഉണ്ട് ഐറ്റം. കണ്ടോ, അടിപൊളിയായിട്ട് നല്ല സൈസ് നല്ല കളറേഷനിലൊക്കെ നിൽക്കുകയാണ്. ഇവരൊക്കെ ഇനി ബോട്ടിൽ ചെയ്ത് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മളിവിടെ 1 2 3 4 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്നിൽ നമ്മുടെ ബോട്ടിൽ ചെയ്യാനുള്ള ഫിഷ് ഇടാനും, പിന്നെ ഫീമെയിൽ ഇടാനായിട്ട്, പിന്നെ ഇതിനകത്തുനിന്ന് സെല്ലോഫെയിനെയും അല്ലാത്തതിനെയൊക്കെ മാറ്റിയിടാനും, സൈസ് ചെറുതിനെയൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ, അതാണ് പെട്ടെന്ന് അങ്ങ് ബോട്ടിൽ ചെയ്ത് വെക്കാനായിട്ട് തീരുമാനിച്ചത്. ഇന്നിനി ഇത് നടന്നില്ലെങ്കിൽ ഈ സമയത്തൊന്നും നടക്കില്ല. കണ്ടോ, എല്ലാം നല്ല അടിപൊളി സൈസിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ആദ്യം ഇതിലോട്ട് മാറ്റിയിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് മെയിലുകളെയും ഫീമെയിലുകളെയും സെല്ലോഫെയിനെയൊക്കെ മാറ്റും. അപ്പോൾ ഇതിൽ ഈ സെല്ലോഫെയിനായിട്ട് കിടക്കുന്നത് ചിലപ്പോൾ പിന്നീട് നല്ല രീതിയിൽ കളറേഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും കളയുന്നില്ല, എല്ലാത്തിനും ഇട്ടേക്കുകയാണ്. കണ്ടോ, എല്ലാം കിടപ്പുണ്ട്. എന്നാലും നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടി. ആദ്യമായിട്ടല്ല നമ്മൾ ഈ ഒരു ജെയിൻറ്റ് ബെറ്റാ ഫിഷിൻ്റെ വീഡിയോ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനെ ഒരു പെയർ എടുക്കുന്നത് മുതലുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി ഇൻബ്രീഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. എന്നിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം കണ്ടോ, ജെയിൻറ്റ് സൈസിലുള്ളത് തന്നെയാണ് ഏകദേശം എല്ലാ ഫിഷുകളും ജെയിൻറ്റ് സൈസിൽ മാറ്റിയിട്ടുണ്ട്. അത് തന്നെ, ഇത് ജെയിൻറ്റ് സൈസുള്ള മാത്രം ഇട്ടേക്കുന്നതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇനി ഫീമെയിൽ മെയിലുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ബോട്ടിൽ ചെയ്യാനുള്ള ഐറ്റങ്ങൾ കണ്ടോ, ഓരോന്ന് ഫീമെയിലാണ് കേട്ടോ. ചാടിപ്പോയി. അപ്പോൾ ഫീമെയിലിനെ മാറ്റിയിടുന്നുണ്ട്, മെയിലുകളെ അപ്പുറത്തേക്ക് ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല സൈസുള്ള ഫീമെയിലുണ്ട് സൈസ്. നല്ല സൈസായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. കണ്ടോ, ഫീമെയിലാണ് കണ്ടോ. നിങ്ങൾ കയ്യിൽ ഒരു ഫിഷിനെ എടുത്ത് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബെറ്റാ ഫിഷ് ഒരു പ്ലക്കാർഡ് ഉണ്ടെങ്കിൽ എടുത്ത് ചുമ്മാ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ മതിയാവും. ആ സൈസ് തന്നെയാണ് ഈ കിടക്കുന്ന ബോട്ടിലിംഗ് സ്റ്റേജിലുള്ള സൈസ്. കണ്ടോ, ഇത് കണ്ടോ, മെയിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
അപ്പോൾ ഇതൊക്കെ നല്ല സൈസായിട്ടുണ്ട്. ഇനി ബോട്ടിൽ ചെയ്തിട്ടാണ് സാധാരണ ഇവർക്ക് സൈസ് കയറാറുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും സെയിലിനാവില്ല. ഇത് കളറൊക്കെ ഫില്ലായിട്ട് ഇതിൻ്റെ സൈസൊക്കെ വരുമ്പോൾ മിനിമം 1.5 മാസമായിരിക്കും. ആ സമയത്ത് നമ്മളിതിൻ്റെ സെയിൽ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കൂടെ നിൽക്കുക. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സോർട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദാ ഇവിടെ ഫീമെയിലുകളെല്ലാം ഇപ്പോൾ ഉണ്ട്. കണ്ടല്ലോ, സൈസൊക്കെ കണ്ടോ നിങ്ങൾ? നമ്മുടെ ഒരു മെയിൽ, അഡൽട്ട് മെയിലിൻ്റെ നോർമൽ മെയിലിനേക്കാൾ സൈസുള്ള ഫീമെയിലുകൾ ബോട്ടിൽ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ മെയിലുകളുണ്ട്. ജെയിൻറ്റ് സൈസിലുള്ള മെയിലുകളാണെല്ലാം. ഇവിടെ 21 മെയില്, ഇവിടെ 21 ഫീമെയിൽ. അങ്ങനെ ഏകദേശം സെയിം ആയിട്ട് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. 21 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. ജെയിൻറ്റ് സൈസിൽ 21 പെയർ കളറുള്ളത് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് ഒരു ബാച്ചിൽ നിന്ന് കിട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നമുക്ക് റിസൾട്ട് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നീട് ഇടാം. അപ്പോൾ ഇനി ഇതിനൊക്കെ പിടിച്ച് നമ്മൾ ആ ബോട്ടിലോട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ വഴിയെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സെല്ലോഫെയിൻ മാത്രമുള്ള കളറൊന്നും കയറാത്ത ഐറ്റങ്ങൾ. അവർ കളർ കയറാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇതിനെല്ലാത്തിനും കൂടെ ബേസിനിലിട്ടേക്കാണ്. ഫീമെയിലുണ്ട് മെയിലുണ്ട് കേട്ടോ. എല്ലാം സെല്ലോഫെയിനാണ്. കണ്ടോ, ഇതൊക്കെ സെല്ലോഫെയിൻ കളർ കയറാറുണ്ട്. ഫീമെയിലൊക്കെ നല്ല സൈസായിട്ടുണ്ട്. ആ ഒരു കയ്യിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ ബേസിനിലേക്ക് മാറ്റും. ഇവരെ 2 പേരെയും ബോട്ടിലുകളിലേക്ക് മാറ്റും. അപ്പോൾ ഇനി നമുക്ക് ആ പരിപാടികളാണ്. ഇനി എല്ലാത്തിനെയും പറക്കിക്കൊണ്ട് നേരെ നമ്മുടെ ഫാമിനകത്തേക്ക് പോവാം. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഫാമുകളിലേക്ക് പോവുകയാണ്. ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. മോയിന ടാങ്കുകളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്. മോയിനുകളൊക്കെ പോട്ടെ. ഇനി അവരെല്ലാവരും ഇപ്പോഴേ നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചത് 30 ബോട്ടിലുകളായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ മെയിലും ഫീമെയിലും കൂടെ ഏകദേശം 42ഓളം ബോട്ടിലുണ്ട്. അപ്പം ബാക്കിയും കൂടെ ഇവിടെ അടുക്കി 42 ലാസ്റ്റ് 40 + 2 42 ബോട്ടിലുകൾ അടുക്കിയിട്ട് ബാക്കി ഇതാ വെള്ളം നിറച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടീഷൻ ചെയ്ത വെള്ളം തന്നെയാണ്. എന്നാലും നമ്മൾ അതിനകത്തേക്ക് ഒരു ബദാമിൻ്റെ ഒരു പീസ്, ഒരു ലീഫിൻ്റെ പീസ് ഇടും. അതേപോലെ അതിനകത്ത് കല്ലുപ്പ് കുറച്ചിടും. എല്ലാ ബോട്ടിലുകളിലും ഇട്ടിട്ടുണ്ട്. ഇനി ഈ കണ്ടീഷൻ ചെയ്ത വെള്ളം ദാ നിറച്ച് കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എല്ലാം നമ്മുടെ ബോട്ടിൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് മെയിലുകൾ ഇരിപ്പുണ്ട്. കണ്ടല്ലോ. ഇനി എല്ലാത്തിനെയും പിടിച്ച ബോട്ടിൽ ചെയ്യുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ബോട്ടിലിങ് കഴിഞ്ഞ്. പിന്നെ ആ എൻഡിലൊക്കെ വേറെ ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ അത് വേറെ ഏലിയനും മഹാചായും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഒരു ഏലിയൻ നിൽപ്പുണ്ട്. കണ്ടോ, ഏലിയനാണത്. അങ്ങനെ ഓരോ ഐറ്റങ്ങളതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറേശ്ശെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊറിയർ ഡേയിൽ കുറേ സ്പ്ലെൻഡനും അതും ഇതൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത് പോയ ഒഴിവിലേക്കാണ് നമ്മൾ ഇവരെ കയറ്റുന്നത്. ഇനി ഇവർ ഈ ഒരു ഐറ്റം മാറുമ്പോൾ അടുത്ത സാധനങ്ങൾ വീണ്ടും അതിനകത്ത് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. വെള്ളം ഏകദേശം നിറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ പിടിച്ചുകൊണ്ട് വെച്ചപ്പോൾ അത് അടിപിടി തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടെയിലൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മൾ ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് ഇവിടെ ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വെള്ളവും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ 2 പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.